സ്ഥാനക്കയറ്റത്തിന് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ LD ക്ലാർക്കിനെതിരെ അച്ചടി വകുപ്പിൽ നടപടി. LD ക്ലാർക്ക് മുഹമ്മദ് ഷഫീഖിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഫോട്ടോസ്റ്റാറ്റ് ഒറിജിനലാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഉദ്യോഗസ്ഥയോടും വിശദീകരണം തേടി. സെൻട്രൽ പ്രസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സാജു വിശദാംശങ്ങൾ നൽകും. സാജു, ഈ സസ്പെൻഷനിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത്? അച്ചടി വകുപ്പിൽ സൈഫുദ്ദീൻ സ്ഥാനക്കയറ്റത്തിനു വേണ്ടി PSCയുടെ പേരുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ അച്ചടി വകുപ്പ് ഡയറക്ടറേറ്റിലെ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്ത് കൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നത്. മുഹമ്മദ് ഷഫീഖ് എസിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം LD ക്ലർക്കായിരുന്നു. പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വകുപ്പ് തല പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രൊമോഷന് വേണ്ടിയുള്ള പട്ടിക മറ്റും തയ്യാറാക്കുന്നത്. വകുപ്പ് തല പരീക്ഷയിൽ 2 പരീക്ഷ ഇദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ട് തന്നെയില്ല. മറ്റ് 2 ട്രഷറി അക്കൗണ്ടന്റ് പേപ്പർ 2ഉം 3ഉം ഇദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ മാർക്ക് ലിസ്റ്റും നമ്മുടെ കൈവശം ഉണ്ട്. പക്ഷേ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അറ്റസ്റ്റ് ചെയ്തത് ഹാജരാക്കുകയാണ് ഇയാൾ പ്രൊമോഷന് വേണ്ടി ചെയ്തത്. ഇതിലുണ്ടായ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് അതേ വകുപ്പിൽ തന്നെ ഉദ്യോഗസ്ഥയാണ് ഇത് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തത്. അവർക്കെതിരെ ഇപ്പോൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് വകുപ്പ് ഡയറക്ടർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തിയത് സെൻട്രൽ പ്രസിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടാണ്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ രസകരമായ ചില പരാമർശങ്ങൾ ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നു. അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്, പ്രസ്തുത ഓഫീസിലെ ജോലി തിരക്കും VPN ഉപയോഗപ്പെടുത്തി വീട്ടിലിരുന്ന് ഓഫീസ് ജോലികൾ ചെയ്യുന്നതും കാരണം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതിനു കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചുകൊണ്ട് പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചത് എന്നാണ് ഈ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്ന കണ്ടെത്തൽ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അച്ചടി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ജോലി ഭാരവും അതുമൂലമുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളും മറികടക്കാനായി വ്യാജ സർട്ടിഫിക്കറ്റ് സൃഷ്ടിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. മാത്രമല്ല, ഇത്തരത്തിൽ കൂടുതൽ ക്രമക്കേടുകൾ നടന്നോ എന്ന സംശയം ഇപ്പോൾ അച്ചടി വകുപ്പ് ഡയറക്ടറേറ്റിനുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ വകുപ്പ് കൂടിയാണ് അത്. ഇതിനെ തുടർന്ന് ഡയറക്ടർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. സൈഫുദ്ദീൻ. ശരി, സാജുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.